ഒരിക്കൽ ഒരു ചർച്ചയ്ക്കിടയിൽ ഒരാൾ പറഞ്ഞത് ഒരു ചാപ്റ്ററിൽ മിനിമം 3 മരണമുണ്ട്. ഒരു കഥാപാത്രം വന്നു 3 പേജ് കഴിയുമ്പോൾ അയാൾ മരിക്കുകയാണ്. ഇതെന്ത് നോവൽ എന്നൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഒരാൾക്കെതിരെ ഉച്ചത്തിൽ അല്ലെങ്കിൽ ഒരു ഉച്ചത്തിൽ ഒരു പാട്ട് പാടി ഒന്നുകിൽ കൈയടിക്കണം അല്ലെങ്കിൽ കരണക്കുറ്റിക്ക് ഒരു അടി തരണം. ഇത് രണ്ടും ഉണ്ടായില്ല. ഒരു മതിലിൻ്റെ മുന്നിൽ ചെന്ന് പാടിയതുപോലെ ആയിപ്പോയി. ആ സമയത്ത് തറവാട്ട് നോവലുകളായിരുന്നു ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ വള്ളുവനാടൻ ഭാഷയും നായർ ജീവിതവും ഒക്കെ ആയിരുന്നു. സവർണ്ണ ജീവിതം തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഇതിലേക്ക് പോവില്ല. ഒരു കടപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ, മീൻ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ഒന്നും കഥ ആർക്കും വായിക്കണ്ട, ആരും എഴുതാറുമില്ല. ഒരു മലയാളി പുരുഷൻ്റെ കണ്ണിലൂടെ സ്ത്രീയെ നോക്കിക്കാണാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് ഒരു വാക്കേ ഉള്ളൂ ഒരിടത്ത് ഉപയോഗിക്കാനായിട്ട്. അത് കൃത്യമായ ആ വാക്ക് കണ്ടെത്തി ഉപയോഗിക്കണം. മക്കൾക്ക് കിട്ടിയിരിക്കുന്ന അമ്മയുടെ നിർവബോധമാണ്. അപ്പോൾ അവരെ ധാരാളം ഒരു നല്ല ചിരിയുള്ള ഒരു ധാരാളം മുഹൂർത്തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ട്, ഊണുമേശയിലുമൊക്കെ. അപ്പോൾ 2 മക്കളും വളരെ തമാശ പറയാൻ. അപ്പോൾ എനിക്കങ്ങനെ വലിയ തമാശ ഒന്നും വരില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ അറിയാം. ആ കഥയിൽ ഒരു ഭർത്താവ് ഭാര്യനെ കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കളയുന്നത്, ഇതേ അവസ്ഥ ഇതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഈ നമ്മളുടെ ചുറ്റുമുള്ള ഒരു ജീവിതാവസ്ഥ അത്രത്തോളം മാറിയിട്ടുണ്ട്. അത് നമുക്കിത് എഴുതാതിരിക്കാൻ പറ്റാത്ത വിധം വയലൻസ് വീടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നു. ഇപ്പോൾ 2 സ്ഥലങ്ങളിലുള്ള 2 മനുഷ്യർ, 2 കാലഘട്ടങ്ങളിൽ ജീവിച്ച 2 മനുഷ്യർ, അവരാണ് അല്ലെങ്കിൽ 3 തലമുറകളാണ് അടിയാളപ്രേതത്തിൽ ഒന്നിക്കുന്നത്. അത് പക്ഷെ ഈ 3 പേരിലൂടെയും പോകുന്നത് ഒരേ കഥയുടെ 3 റിഫ്ലക്ഷനുകളാണല്ലോ. അപ്പം ഇപ്പൊ പുതിയ ടേമിൽ നമ്മൾ ഇപ്പം ജനറേഷൻ ട്രോമ എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു ആവിഷ്കാരമായിട്ടാണ് അതിനകത്തേക്ക് ഈ ഓരോ ആളിൽ നിന്നും ഈ വിധേയത്വം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ നോൺ ലീനിയർ ടൂള് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ആഫ്രിക്കയിൽ ഉള്ള കാപ്പിരിക്ക് സംഭവിക്കുന്ന അത് തന്നെയാണ് നമ്മുടെ നാട്ടിലും സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ നോൺ ലീനിയർ ടൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ബോധപൂർവം ഉപയോഗിക്കുന്നതാണോ അതോ ഈ പാരലൽ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു? അതിനെ പറയുമെങ്കിൽ എനിക്ക് അതിനൊരു ചരിത്രം കൂടി പറയേണ്ടി വരും. അതായത് ഈ നോൺ ലീനിയർ നറേറ്റീവ് ഞാൻ തുടങ്ങുന്നത് ചാവുനിലത്തിലാണ്. ചാവുനിലം ഞാൻ എഴുതി തുടങ്ങുന്നത് 89-ലാണ്. 89-ൽ ഞാൻ എഴുതി ഈ ചാവുനിലം എഴുതാനിരിക്കുമ്പോൾ ഒരു 18 പേജുള്ള ഒരു ഡ്രാഫ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അന്നേരം ഇത് നോവലൊന്നുമല്ല, ഒരു നോവല ആയേക്കും, അതിനപ്പുറം ഒന്നും ആകില്ല എന്ന് കരുതിയാണ് ഇത് എഴുതുന്നത്. പിന്നീട് എഴുതി വന്നപ്പോഴാണ് ഇത് വളരാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് വളരാൻ തുടങ്ങി എഴുതി ഒരു ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നേരെ അന്ന് വരെ ഞാൻ വായിച്ച മലയാളം നോവൽ പോലെയല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം ഒരു 3 പേജ് ഒരു കാലഘട്ടം, പിന്നത്തെ 3 പേജ് വേറെ ഏതോ കാലഘട്ടം, അങ്ങനെ പോവുകയാണ്. വേറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഇത് മാർക്കറ്റബിൾ അല്ല. അന്നത്തെ മലയാള സാഹിത്യം 80കളിലെ മലയാള നോവലുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും എനിക്ക് അവിടെ അച്ചടിക്കാൻ പോലും പറ്റില്ല. എനിക്കറിയാതെ. പക്ഷെ ഞാനത് വിചാരിച്ചത് എനിക്കിങ്ങനെ പറ്റണമല്ലോ. അതെൻ്റെ ദൗർബല്യമായിട്ട് ഞാൻ എടുത്തത്. ഞാനത് അങ്ങനെ തന്നെയാണ് നിലനിർത്തിയത്. പിന്നീട് പക്ഷേ ആ കാലം കൃത്യം വേണ്ടി ഞാനൊരു ചെറിയൊരു റിസർച്ച് നടത്തിയിരുന്നു. കാരണം അതിനകത്ത് എന്താ പറയുക, കോൺഗ്രസ് വരുന്ന ഒരു രംഗമുണ്ട്, പിന്നെ അടിയന്തരാവസ്ഥയുടെ ഒരു കാലമുണ്ട്. അങ്ങനെ ആ കാലം തെറ്റാതിരിക്കാനായിട്ട്, സൂചനകൾ തെറ്റാതിരിക്കാൻ വേണ്ടി അത് ഉറപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. തെറ്റാതിരിക്കാൻ, അല്ലാതെ ഇത് നോൺ ലീനിയർ നറേറ്റീവ് മാറ്റാനല്ല ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് അന്നേ അറിയാമായിരുന്നു ഈ നോൺ ലീനിയറായിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിന് അത്ര ശീലമല്ല അത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്ര പറഞ്ഞതുപോലെ ഇത് ഈ കൊച്ചി സ്ലാങ്ങുമാണ്. അപ്പോൾ അതിനെ മാത്രമല്ല, ഒരിക്കൽ ഒരു ചർച്ചയ്ക്കിടയിൽ ഒരാൾ പറഞ്ഞത് ഒരു ചാപ്റ്ററിൽ മിനിമം 3 മരണമുണ്ട്. ഒരു കഥാപാത്രം വന്നു 3 പേജ് കഴിയുമ്പോൾ അയാൾ മരിക്കുകയാണ്. ഇതെന്ത് നോവൽ എന്നൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. വൈ നോട്ട്? എന്തുകൊണ്ട് അങ്ങനെ ഒരു നോവലായിക്കൂടാ? ഒരു ഇന്ന രീതിയിലെ നോവലാകാൻ പാടുള്ളൂ യാതൊരു നിയമമില്ലല്ലോ. അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ച് എഴുതുന്നതാണോ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്? നിയമം തെറ്റിക്കുമ്പോഴാണല്ലോ അതൊരു ആർട്ട് വർക്ക് ആകുന്നത്. പക്ഷെ അദ്ദേഹം അത് വായിച്ചു ഇതിലൊരു കണ്ടെത്തലുണ്ടാക്കുന്നു എന്നുള്ളതൊരു ഹൈ കിട്ടുന്ന
സംഗതിയല്ലേ ഒരു ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് അയാൾ ഇത്ര സൂക്ഷ്മമായിട്ട് ഇത്ര പേജിൽ ഇത്ര പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയില്ല, കാരണം അയാൾ ഒരു നല്ല എഴുത്തുകാരനാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. ഈ ഫീഡ്ബാക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? ഒരു കഥ അത് എഴുതുന്നു, ഇപ്പം നമ്മൾ സിനിമയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്ക് ആണ്, ഓഡിയൻസ് നമുക്ക് തരുന്നു റെസ്പോൺസ്, ടിക്കറ്റ് സെയിൽ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നു. പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോപ്പികൾ വിറ്റുപോകുന്നു എന്നുള്ളത് ഓഫ് കോഴ്സ് അതുണ്ട്. അതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ എങ്ങനെയൊക്കെയാണ് വരാറുള്ളത്? അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഫീഡ്ബാക്കുകൾ ഞാൻ എടുക്കുന്നത് എൻ്റെ ഒരു എഴുത്ത് സമയത്താണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ മിക്കവാറും ഞാൻ എഴുതുന്നതെല്ലാം ഒരു 3 വായനക്കാരനെ ഞാൻ വെച്ചിട്ടുണ്ടാവും, ഒരു ഐഡിയലായി പലതരത്തിൽ ചിന്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർക്ക് വായിക്കാൻ കൊടുക്കും. അവർക്ക് വായിക്കണം, അവർ നുണ പറയില്ല എൻ്റെ അടുത്ത്. അവർക്ക് എന്നെ സന്തോഷിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ എടുക്കും. എഴുതി കഴിഞ്ഞ് വീണ്ടും പൂർത്തിയായിട്ട് വായിച്ചിട്ട് എന്ത് പറയുന്നു എന്നുള്ളത് എടുക്കും. അപ്പോൾ അതല്ലാണ്ട് പിന്നെ ഫീഡ്ബാക്കിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം ഇത് പുസ്തകമായി കഴിഞ്ഞ് ആളുകളുടെ അടുത്തേക്ക്, വായനക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പലതരത്തിലുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർ പറയുന്നത് ചിലർ വളരെയധികം ഇഷ്ടമായി എന്ന് പറയുന്നു, ചിലർ ഇഷ്ടമായില്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വ്രണപ്പെട്ട് ജീവിക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ഫീഡ്ബാക്കിനെ പറ്റി പറയുമ്പോൾ തന്നെ ചാവുനില ഒരുപാട് കാലം സ്റ്റാഗ്നൻ്റ് ആയി നിന്നു എന്ന് പറഞ്ഞു. അതിനെ എങ്ങനെയാണ് എടുത്തത്? ആദ്യത്തെ നോവൽ വരികയാണ്, അത് പെട്ടെന്ന് അതിലൊരു ഫീഡ്ബാക്ക് വരാത്തൊരു അവസ്ഥയിലേക്ക് എത്താണ്. ആ ഒരു കാലഘട്ടത്തിൽ എന്താ ഫീൽ ചെയ്ത്? അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമുണ്ട്. അതായത് നമ്മൾ ഒരാൾക്കെതിരെ ഉച്ചത്തിൽ അല്ലെങ്കിൽ ഒരു ഉച്ചത്തിലൊരു പാട്ട് പാടി ഒന്നുകിൽ കൈയടിക്കണം, അല്ലെങ്കിൽ കരണക്കുറ്റിക്ക് ഒരു അടി തരണം. ഇത് രണ്ടും ഉണ്ടായില്ല. ഒരു മതിലിൻ്റെ മുന്നിൽ ചെന്ന് പാടിയതുപോലെ ആയിപ്പോയി എന്ന് ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. അതായത് ഓരോ കൃതിയും അതിൻ്റെ വായനക്കാരെ കണ്ടെത്താനായിട്ട് ഒരു സമയമെടുക്കും. അങ്ങനെ അതിൻ്റെ വായനക്കാരെത്തി ഒരു 2010 ആയിക്കഴിഞ്ഞപ്പോൾ ചാവുനിലത്തിന് അതിൻ്റേതായ വായനക്കാരുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതേക്കുറിച്ച് ധാരാളം പേര് ഇപ്പോൾ പോലും സംസാരിക്കുന്നുണ്ട് ചാവുനിലത്തെക്കുറിച്ച്. ശരിക്കും നല്ല കാര്യമല്ലേ അത്? വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിൽ പാരലൽ അവസ്ഥ ഫീൽ ചെയ്തത് അരവിന്ദൻ്റെ സിനിമകളുണ്ട്. ജി അരവിന്ദൻ്റെ സിനിമ ഇപ്പം അതിൻ്റെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ക്യാൻസൽ അത് റീസ്റ്റോർ ചെയ്ത് ഇപ്പം പ്രീമിയർ ചെയ്യുകയാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ പലപ്പോഴും കാണാതെ പോയിട്ടുള്ള ഒരു സിനിമ അത് ലോകം കാണുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇത് കാലം തെളിയിക്കുന്നതാണ് ആ ക്രാഫ്റ്റിൻ്റെ വാല്യൂ എന്നുള്ളതുണ്ട്. എനിക്കൊന്ന് ജി അരവിന്ദനെ വായിച്ചു തുടങ്ങിയ ഒരു കുട്ടി ഉണ്ടായിരിക്കുമല്ലോ ഉള്ളിൽ. ആ കുട്ടി ഇതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ രണ്ട് പാരലും സ്വന്തം കൃതിയിൽ സംഭവിച്ചതിലും അരവിന്ദന്റെ സിനിമയിൽ സംഭവിച്ചതിലും. അരവിന്ദന്റെ ഈ ചെറിയ മനുഷ്യരും വലിയ ലോകവും എൻ്റെ വായനയുടെ തുടക്കം അതാണ്. ഞാൻ എവിടെയൊക്കെയോ അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തുടക്കത്തിൽ ഞാൻ വളരെ സംതൃപ്തനായിരുന്നു. അത് ശരിക്കും ലോകം ഗ്രാഫിക് നോവൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മലയാളത്തിലുണ്ടായ ഗ്രാഫിക് നോവലാണത്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അരവിന്ദൻ്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ കൃത്യമായിട്ട് ഉത്തരായണം മുതൽ എല്ലാം കാഞ്ചനസീത എല്ലാം കണ്ടിട്ടുണ്ട്. കാഞ്ചനസീതയൊക്കെ എത്രയോ തവണ കണ്ടിരിക്കുന്നു എന്നറിയോ. അപ്പോൾ ഈ അരവിന്ദൻ്റെ സിനിമ കാണാൻ തീർച്ചയായിട്ടും അന്ന് കുറച്ച് ഉച്ചപ്പടം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അത് റിലീസ് ചെയ്തിരുന്ന കാലത്ത് ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെല്ലാവരും മലയാളികൾ മുഴുവൻ കാണണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണത്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ വാസ്തുഹാരയൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടിയൊക്കെ കൂടുതൽ ആർട്ടിസ്റ്റുകളെയൊക്കെ ഉൾപ്പെടുത്തി ഒക്കെ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. നടന്നില്ല, അതും വിജയിച്ചില്ല. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ആളുകൾ കാണുന്നു. ഈ കുമ്മാട്ടിയാണ് റിസ്റ്റോർ ചെയ്തത്, മാർട്ടിൻ സ്കോർസെസിയൊക്കെ ഇടപെട്ടിട്ടാണ് അത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ആ കുമ്മാട്ടി ഇറങ്ങിയ സമയത്ത് കവിതാ തിയേറ്ററിൽ ഞാൻ എൻ്റെ പെങ്ങൾ ചെറുതാ, അവളെയും കൂട്ടിക്കൊണ്ട് ആകെ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. കുമ്മാട്ടി കാണാൻ പോയത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ അരവിന്ദൻ വീണ്ടും ലോകം മുഴുവൻ കാണുന്ന തരത്തിൽ വന്നത് എനിക്ക് വലിയ ആഹ്ലാദകരമായ ഒരു കാര്യമായിരുന്നു. അത് പ്രത്യേകിച്ചും അരവിന്ദനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ചിത്രങ്ങളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. അതൊരു ഗംഭീര സിനിമയാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം.
പക്ഷേ അദ്ദേഹത്തിന് ശരിയായി തോന്നുന്ന കാര്യങ്ങളാണ്, വളരെ ഓണസ്റ്റായിട്ടാണ് അദ്ദേഹം ചെയ്തിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ കൊച്ചി ഭാഷയെക്കുറിച്ചുകൂടെയാണ് നമ്മൾ തൊട്ടുമുന്നെ സംസാരിച്ചിരുന്നത്. അപ്പം ഈ ഓർഗാനിക്കായിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു കൊച്ചി ഭാഷ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ഇതുണ്ട്. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ തന്നെ കൊച്ചി എന്ന് പറയുന്ന ഒരു നഗരമാണ്. കൊച്ചി എന്ന് പറയുന്ന എല്ലാ ലക്ഷറികളും അനുഭവിക്കാൻ കേരളത്തിൽ സാധ്യമാവുന്ന ഒരു നഗരമാണ്. അതിൻ്റെ ഒരു അർബൻ എലൈറ്റ് ഫീലാണ് നമ്മളതിനെ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സാറ് പറയുന്ന പോലത്തെ തീരദേശത്തുള്ള കൊച്ചിക്കാരുണ്ട്. ഇവരെയൊക്കെ വളരെ വളരെ ചെറുതായി മാത്രമേ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. തോന്നുന്നു കമ്മട്ടിപ്പാടം പോലൊരു സിനിമ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈമയോ പോലൊരു സിനിമ വന്നപ്പോൾ മാത്രമാണ് നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അവരുടെ ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ സംസാര വിഷയമായിട്ട് തന്നെ നമുക്ക് വരുന്നത്. ഈ പറയുന്ന ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടായല്ലോ, അത് കൊച്ചിയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മിഖായലിൻ്റെ സന്തതികളാണ് ആദ്യമായിട്ട് ഈ സ്ക്രീനിൽ കൊച്ചി സ്ലാങ് പറഞ്ഞിരുന്നു. അപ്പോഴും ഈ തീരെ ജീവിതമൊന്നും അതിൽ വന്നിട്ടില്ല. അത് വരുന്നത് എൻ്റെ ചാവുനിലം എന്ന് പറഞ്ഞ നോവലിൽ ഇത് ധാരാളമായിട്ട് വന്നിരുന്നു. ആ സമയത്ത് തറവാട്ട് നോവലുകളായിരുന്നു ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ വള്ളുവനാടൻ ഭാഷയും നായർ ജീവിതവും ഒക്കെ ആയിരുന്നു, സവർണ്ണ ജീവിതം തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും ഇതിലേക്ക് പോവില്ല. ഒരു കടപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ, മീൻ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ഒന്നും കഥ ആർക്കും വായിക്കണ്ട, ആരും എഴുതാറുമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. നമ്മളുടെ ഏതാണ്ട് നല്ലൊരു ശതമാനം കടലുള്ള സ്ഥലമാണ് കേരളം. എന്നിട്ടും ആ കടൽ സാഹിത്യവും നമുക്ക് കുറവാണ്. അപ്പോൾ ഈ സാഹിത്യം തന്നെ വായന കുറവായിരുന്നത്. പിന്നെയാണോ സിനിമ? അപ്പോൾ ഈ കമ്മട്ടിപ്പാടത്തിൽ കുറച്ച് ആ ഒരു കൊച്ചിയിലെ ആ ഒരു ജീവിതം വന്നിട്ടുണ്ട്. ആ കമ്മട്ടിപ്പാടം, ആ ഏരിയയിലുള്ള ജീവിതമൊക്കെ കുറേയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോഴതൊരു ഫോർമുല സിനിമയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ഈ ദുൽഖർ അഭിനയിക്കുന്ന നായകൻ അതൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപ്പടമാണ് അതിൻ്റെ ബേസിക്കായിട്ട്. പക്ഷെ നിലനിൽക്കാൻ അത് വേണ്ടി വരും, കൊമേഴ്ഷ്യൽ സക്സസ് കിട്ടാനായിട്ട്. അപ്പോഴൊരു ജെനുവിനായിട്ട് ഇവിടുത്തെ ആ ഒരു കീഴാള ജീവിതം ആവിഷ്കരിക്കുന്ന സിനിമകൾ കാര്യമായിട്ട് വന്നിട്ടില്ല. സാഹിത്യമാണ് പിന്നെയും വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ അടിയാളപ്രേതം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇരുട്ടിലൊരു പുണ്യാളൻ എഴുതുമ്പോഴൊക്കെ ആ ഒരു കീഴാള ജീവിതത്തിലേക്ക് പോകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ മലയാള ഭാഷയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ ആ ഒരു സവർണതയുണ്ടല്ലോ. നമ്മള് എന്താണ് നോവൽ എന്ന് നമ്മള് വായിച്ചു പഠിച്ചത് ഇന്ദുലേഖയാണ്. അവിടെ നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പം MTയുടെ കഥകളിലാണെങ്കിലും ഇതിലെല്ലാം വരുന്നത് അതിന്റെ സവർണതയാണ്. അത് മാറി മലയാള നോവൽ അല്ലെങ്കിൽ മലയാള സാഹിത്യം മാറുന്നത് വളരെ റീസെന്റ് ആയിട്ട് മാത്രം, അതും വളരെ ചെറിയ ലോകത്തേക്ക് മാത്രമാണ് മാറുന്നത്. ഈ ഒരു സവർണത നിലവിൽ സാഹിത്യ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ? അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആവുന്നുണ്ട്? ഇപ്പോൾ അത് അങ്ങനെ ഈ പ്രകടമായിട്ട് നിലനിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തകഴി തോട്ടിയുടെ മകനൊക്കെ എഴുതിയത് വളരെ ഇൻറ്റൻഷനോടുകൂടി തന്നെ എഴുതിയായിരുന്നു. അതിനു മുമ്പ് ഈ ചന്തുമേനോൻ്റെ കാര്യം പറഞ്ഞു, ഇന്ദുലേഖയുടെ കാര്യം പറഞ്ഞു. ഇന്ദുലേഖ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സവർണ ജീവിതം തന്നെയാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ ഇന്ദുലേഖ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുത്തിരുന്നു. അതിനെ തുടർന്ന് കുറേ കൃതികൾ വന്നിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് ഇത് വിശദീകരിച്ചു തരുന്നതും നിരൂപിക്കുന്നതും എല്ലാം സവർണരായ അധ്യാപകരും പണ്ഡിത ശ്രേഷ്ഠരും ഒക്കെ ആയിരുന്നത്. ഒരിക്കലും നമ്മുടെ എഴുത്തുകാരെല്ലാം സവർണരായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പോൾ എഴുത്തും വായനയും കീഴാളരിലേക്ക് വന്നിട്ട് എത്ര കാലമായി? വളരെ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതങ്ങൾ എഴുതാനായിട്ട് അതിൻ്റേതായ സമയമെടുക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാക്കനാട് NGO ക്വാർട്ടേഴ്സിലാണ് കുറേ കാലം ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ C. അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു മലയാളത്തിലെ മികച്ച ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്നു. മഹാരാജാസ് കോളേജിലാണെങ്കിൽ ഗംഭീരന്മാരായ നിരൂപകരുണ്ട്. സാനുമാഷ്, ലീലാവതി ടീച്ചർ, തോമസ് മാത്യു സാർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. C. അയ്യപ്പൻ അപ്രശസ്തനായിട്ടാണ് മരിക്കുന്നത്. മരിച്ചതിന് ശേഷമാണ് C. അയ്യപ്പൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ കണ്ടെത്തുന്നത്. അപ്പോൾ വളരെ കീഴാള സാഹിത്യം, കീഴാള ജനതയുടെ ഒരു ജീവിതം അടയാളപ്പെടുത്തിയ ഒരാളാണ്. അത് വളരെ സൗന്ദര്യാത്മകമായിട്ട് അടയാളപ്പെടുത്തിയ ഒരാളാണ് C. അയ്യപ്പൻ. അദ്ദേഹത്തെ നമ്മൾ കണ്ടില്ല, അവഗണിച്ചു. അത് എല്ലാ കാലത്തും അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ കൊച്ചിയുടെ ഒരു മാറ്റം കൂടെ സംസാരിച്ചു വന്നത്, കൊച്ചിയിലേക്ക് വരുന്ന കൾച്ചറൽ ഇമ്പാക്റ്റ്. ഈ കൊച്ചിയുടെ തനത് രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ
ജീവിതം വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബാല്യവും കൗമാരവും കഴിഞ്ഞിട്ടുള്ളത് ഒരു ധീവര കോളനിയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഏക ഒരു ക്രിസ്ത്യൻ വീടായിരുന്നു എൻ്റേത്. എൻ്റെ അമ്മ വീടാണ് യഥാർത്ഥത്തിലത്. അവിടെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ചുറ്റും ഇങ്ങനെ ധീവരരാണ്. അത് പലരും മീൻ കച്ചവടത്തിന് പോകുന്നവരും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു സംസ്കാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു കോളനി ഉണ്ട്, ഒരു 10 മുറി എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. അവിടെ ഈ തോട്ടികളുടെ ഒരു കോളനിയാണത്. അന്നത്തെ ഒരു കാലമൊന്നും ആലോചിച്ച് നോക്കണം. അതായത് സെപ്റ്റി ടാങ്കുകളൊന്നുമില്ല. ഈ മലം ചുമന്നുകൊണ്ട് പോകുന്ന മനുഷ്യരാണ് ഈ തോട്ടികൾ, അന്നത്തെ തോട്ടികൾ. ഒരു സമയത്ത് അവർ മുഴുവൻ രോഗികളായിട്ട് കിടപ്പാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു, വളരെ അപരിഷ്കൃതമായ ഒരു ജീവിതമായിരുന്നു. അന്ന് നമ്മളുടെ ഭാഷയും ആ ഒരു അപരിഷ്കൃതമായ രീതിയിൽ നിന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സംസാര രീതി ആ വളരെ നൈസർഗികമായ സംസാര രീതിയായിരുന്നു അന്ന്. പക്ഷേ വിദ്യാഭ്യാസം താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇവരൊക്കെ ആയിട്ടാണ്, ഈ ധീവര കോളനിയിലുള്ള ആളുകളുമായിട്ടും ഈ തോട്ടികളുമായിട്ടും. അവരുടെ ഭാഷയിൽ അവരുടെയും ഭാഷയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പിന്നീടാണ് ഇത് നഗരം കയറി വരുന്നത്. അപ്പോൾ ഈ ധീവര കോളനിയിൽ ഇന്നിപ്പോൾ ധീവരർ വളരെ കുറവാണ്. ഈ തോട്ടികളുടെ താമസിച്ചിരുന്ന കോളനിയിൽ ഇപ്പോൾ 14 നില കെട്ടിടം ഒക്കെ വന്നു. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് പോയി. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള ഒരു അധിനിവേശം ഇവിടെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാഷയാണല്ലോ ആദ്യം ബാധിക്കുന്നത്. അപ്പോൾ ആ പഴയ കൊച്ചി സ്ലാങ് പതുക്കെ പതുക്കെ ഉൾവലിയാൻ തുടങ്ങി. ഉൾവലിഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ തീരദേശത്തൊക്കെ ചെന്നാൽ, മുണ്ടംവേലി ചെന്നാൽ കേൾക്കാം, ഇടക്കൊച്ചി അറ്റത്ത് ചെന്നാൽ കേൾക്കാം, ഫോർട്ട് കൊച്ചി തീരപ്രദേശത്ത് ചെന്നാൽ കേൾക്കാം. അങ്ങനെ ചുരുങ്ങി പോയി. ഇപ്പം എനിക്ക് പോലും ആ കൊച്ചി സ്ലാങ് സംസാരിക്കാൻ പറ്റാറില്ല. കാരണം ശീലം കൊണ്ട് മാറ്റിയെടുത്തതാകും അത്. പക്ഷെ എഴുതാൻ നേരത്ത് എൻ്റെ വിരൽത്തുമ്പിൽ ഈ ഭാഷ വരും. അതങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണത്. നമ്മളുടെ ഇങ്ങനെ ഉള്ളിലുണ്ടത്, ഹൃദയത്തിലുണ്ടത്. സിനിമയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പം മുന്നേ ഉണ്ടായിരുന്ന ഈ വള്ളുവനാടൻ ശൈലിയിൽ നിന്നൊക്കെ നമ്മൾ സിനിമകൾ മാറുകയാണ്. അപ്പോൾ കാസർഗോഡ് നിന്നുള്ള സിനിമകൾ വരുന്നു, മലബാർ എന്നുള്ള സിനിമകൾ വരുന്നു, കൊച്ചിയിലെ സിനിമകൾ വരുന്നു. ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നുള്ള സിനിമകൾ വരികയും അതിനെ ആളുകൾ ഈ ഭാഷയൊക്കെ നമ്മളുടേതാണെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും നമ്മളിപ്പം ഈ പറയുന്ന ഒരു കളിയാക്കൽ, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ കൊച്ചി ഭാഷ കളിയാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അത്ര ഒരു ടോണും അതിൽ ഇൻക്ലൂഡഡ് അല്ലേ? നമ്മൾ ലോക്കൽ ഭാഷകളിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അത് നമ്മളുടെ എഴുത്തുകാരുടെ അപര്യാപ്തതയും കൂടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ആ ഒരു പൊതുവായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ, ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷകൾ അധികം പ്രചാരത്തിലില്ലാത്ത ഈ ഭാഷകൾ ഉപയോഗിക്കുന്നത്. അത് എഴുത്തുകാരുടെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അവൻ അതിന് വഴങ്ങി കൊടുക്കുകയാണ് പക്ഷെ അതല്ല വേണ്ടത്. അതല്ല, ആ ഭാഷയിലുള്ള ജീവിതത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എഴുതുന്ന അതൊക്കെ കുറച്ച് അവെയറായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്, എഴുതാനായിട്ടൊക്കെ വരുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു കടലിൻ്റെ മണത്തിലെ സഫിയ എന്ന് പറയുന്ന സ്ത്രീ, അവർ സാഹിത്യത്തിൽ ജ്ഞാനമുള്ള ആളാണ്. അവർ ഒരു രംഗത്തിലെ ഒരു യുവ കവി വന്നിട്ട് ഇവരുടെ അടുത്ത് ഖസാക്കിലെ രവിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് അറിവുണ്ട് എന്നറിയുമ്പോൾ ആളുടെ ഈഗോ ഹേർട്ടാവുകയും ഇവരെ ചീത്ത വിളിച്ചുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടല്ലോ. അതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അതായത് ഇത്തരം പരിജ്ഞാനമുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്തായിരിക്കണം എന്നുള്ള പുരുഷന്റെ ധാരണ, അത് തെറ്റിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന പുരുഷന്റെ വികാരം, അതിനെ ഒരു റിഫ്ലക്ട് ചെയ്യുന്നത് എക്സാക്ട്ലി ലൈക്ക് സ്ത്രീയെ കുറിച്ച് പറയുന്നതിനേക്കാളും അതിനോടുണ്ടാവുന്ന പുരുഷന്റെ റെസ്പോൺസിനെയും കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പം, അവരുടെ ആവിഷ്കാരത്തിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് സാറിന്റെ തോട്ട്സ്? നമുക്ക് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്ക് സംഭവമുണ്ട്. അത് നമ്മുടെ പരമ്പരയായിട്ട് തുടർന്നു വരുന്ന ഒരു സങ്കല്പമുണ്ട്. ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കും, അല്ല മറ്റ് കിടപ്പറകളിലേക്ക് പോകുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുണ്ട്. അപ്പോൾ മിക്കവാറും ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിരം വാർപ്പ് മാതൃകകളിലേക്ക് പോകരുതെന്ന് തന്നെയാണ് എൻ്റെ ഉള്ളിലും ഈ സ്ത്രീയെക്കുറിച്ച് വളരെ നല്ല സങ്കല്പങ്ങളാണ് ഉള്ളത്. ഒരു സഫിയാണ് എൻ്റെ ഞാൻ ഏറ്റവും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയൊരു കഥാപാത്രമാണ് സഫിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണായ്മയിൽ ഗൗരി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ കാണായ്മയിൽ തന്നെ സുന്ദരി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അവർ ട്രാൻസ്ജെൻഡറാണത്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കഥാപാത്രത്തിന്. അപ്പോൾ ഒരു വാർപ്പ് മാതൃകയിലുള്ള
ഒരു മലയാളി പുരുഷൻ്റെ കണ്ണിലൂടെ സ്ത്രീയെ നോക്കിക്കാണാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, എഴുതുമ്പോഴെങ്കിലും. ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ ബഹുമാനത്തോടെയും വളരെ തുറസോടുകൂടിയും കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അതിനിപ്പോൾ വേറെ ആരെങ്കിലും വിമർശിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഈ പുതിയ കാലത്തെ പുസ്തകങ്ങളെപ്പറ്റിയും കഥകളെപ്പറ്റിയും നമ്മൾ സംസാരിച്ചു. ഇതിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, വായനയിൽ വല്ലാത്ത വായന സുഖം തന്നിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയായിരിക്കും? ഞാൻ നേരത്തെ 2016 ഇറങ്ങിയ ഒരു നോവൽ ഇപ്പോൾ പുനർവായനയ്ക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അത് അശോകൻ്റെ ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. അത് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നോവലാണത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായനക്കാരെ കണ്ടെഴുതിയ നോവലല്ല അത്, ഈ ഭാഷയിൽ പണിയെടുത്തെഴുതിയ ഒരു നോവലാണത്. ഞാൻ വീണ്ടും അത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നോവലായിട്ട്, മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നോവലായിരുന്നു. അവിടെയാണ് ഈ നിരൂപകരുടെ ഒരു പരാധീനത ഞാൻ പറഞ്ഞത്. അവരാണിത് കണ്ടെത്തേണ്ടത്, അത് ചെയ്തിട്ടില്ല അത്. അപ്പോൾ അങ്ങനെ അത്തരം നോവലുകളാണ് ഇപ്പോൾ ഞാൻ തേടി പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റു നോവലുകളും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. മറ്റ് കഥകൾ, സാഹിത്യരംഗത്തുള്ള ഞാൻ ഈ ഇപ്പോൾ അവസാനം വായിച്ചത് പറയാം. ഇപ്പോൾ അനിത തമ്പിയുടെ എത്തൽ എന്ന് പറഞ്ഞൊരു യാത്രാ വിവരണങ്ങളുണ്ട്. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതുപോലെ തന്നെ KGSൻ്റെ കുറിപ്പുകളുണ്ട്, ആത്മകഥാപരമായ കുറിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അതിമനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഈ കവികളുടെ ഗദ്യത്തിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് ഈ 2 പുസ്തകങ്ങൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വലിയ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ഈ എഴുതുമ്പോൾ ആ വാക്കുകൾ ഹെമിംഗ്വേ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരീസ് ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു വാക്കേ ഉള്ളൂ ഒരിടത്ത് ഉപയോഗിക്കാനായിട്ട്, അത് കൃത്യമായി ആ വാക്ക് കണ്ടെത്തി ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എസ്രാ പൗണ്ട് മറ്റു ഹെമിംഗ്വേയോട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ കൃത്യം ഒരു വാക്ക് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പലപ്പോഴും KGSൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. അപ്പോൾ KM മധുസൂദനൻ്റെ ഒരു ചിത്രകലയും സിനിമയും എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ അതിൽ KGSൻ്റെ ആമുഖമുണ്ട്. അപ്പോൾ KGSൻ്റെ ഗദ്യം എവിടെ കണ്ടാലും ഞാൻ കൃത്യമായിട്ട് വായിക്കാറുണ്ട്. അത് വളരെ മനോഹരമാണത്. അതെന്നെ കുറച്ച് ബാധിച്ചിട്ടുണ്ടത്, ഈ KGSൻ്റെ എഴുത്ത്. ഈ എഴുത്ത് പോലെ തന്നെ സിനിമകളും സീരീസുകളും താല്പര്യമുള്ള ആളാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സീരീസുകളുണ്ടോ? അഡോളിസൻസ് ബിഞ്ച് വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. പിന്നെ ഒരുപാടുണ്ടെന്ന് ഇപ്പം ഞാൻ നിർത്തിയിരിക്കുക തൽക്കാലം, കാരണം ഇത് നമ്മളുടെ ജീവിതം അപഹരിക്കണത്. മക്കൾ 2 പേരും സോഷ്യൽ മീഡിയയിൽ വലിയ താരങ്ങളാണ്. ഇപ്പം കരിക്ക് വലിയ രീതിയിൽ ഹിറ്റായി, അവർക്ക് വലിയ രീതിയിലുള്ള ഒരു സ്പേസാണ് സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് ആളുകൾക്ക് കിട്ടുന്ന ഒരു വൈബുണ്ട്, വളരെ തമാശ ഉള്ള, അല്ലെങ്കിൽ വളരെ ജോവിയലായിട്ടുള്ള 2 പേരാണ്. ഈ 2 മക്കളെ കുറിച്ചുള്ള അത് ഒരു വീടെന്ന് പറയുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ ഇങ്ങനെയാണ്, അത് വായിക്കുന്നവർക്കറിയാം. അമ്മ പക്ഷെ വളരെ പ്ലസൻ്റാണ്, ഒരു നല്ല നർമ്മബോധമുള്ള ആളാണ്, ശോഭ. അപ്പോൾ ഈ മക്കൾക്ക് കിട്ടിയിരിക്കുന്ന അമ്മയുടെ നർമ്മബോധമാണ്. അപ്പോൾ അവരെ ധാരാളം ഒരു നല്ല ചിരിയുള്ള ഒരു ധാരാളം മുഹൂർത്തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാറുണ്ട്, ഊണുമേശയിലുമൊക്കെ. അപ്പോൾ 2 മക്കളും വളരെ തമാശ പറയാൻ, അപ്പോൾ എനിക്കങ്ങനെ വലിയ തമാശ ഒന്നും വരില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ അറിയാം. എങ്ങനെയാണ് 2 ടേസ്റ്റിലുള്ള, ഒരേ കുടുംബത്തിൽ നിന്ന് 2 ടേസ്റ്റ് പുറത്തു വരുന്നത്? അല്ല, ഉണ്ണി അതെ, ആനന്ദും അതെ. ഉണ്ണിന്ന് മൂത്താളുടെ പേര്, രണ്ടാമത്തെ ആളുടെ പേര് ആനന്ദ്. 2 പേരും നന്നായിട്ട് നർമ്മബോധമുള്ള ആളുകളാണ്. അവർ പറയുകയും ചെയ്യും, നന്നായിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ ഇത് കേട്ടാൽ എനിക്ക് മനസ്സിലാവും, തമാശ കേട്ടാലൊക്കെ എനിക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഉണ്ണിയുടെ മോളുണ്ട് മാധവി, അവളും നല്ല നർമ്മബോധമുള്ള ആൾ, അവൾക്കും കിട്ടിയിട്ടുണ്ടത്. ഇപ്പോൾ ഈ തമാശയും കഥകളും ഒക്കെ ഉണ്ട്, അതിനൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള വയലൻസിനെ കുറിച്ച് കൂടെയാണ്. ഇപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും വയലൻസ് കഥകളിലെല്ലാം വരുന്നുണ്ട് പലപ്പോഴും. അതെനിക്ക് തോന്നുന്നു അത് കഥയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടെ അതിൽ ഭാഗമാണ്. മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കോവിഡിന് ശേഷം ആളുകൾ വളരെ വയലൻ്റ് ആവുന്നുണ്ട്, ആളുകളുടെ ആക്റ്റുകൾ വളരെ വയലൻ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചരിത്രത്തിലും അത്തരം വയലൻസ് ഉണ്ടായിട്ടുണ്ട്. അതിന് പല ഭാവങ്ങളും രൂപങ്ങളും ആണ് ഉണ്ടായിരുന്നത്. ഈ വയലൻസിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ റിഫ്ലക്റ്റ് ആവുന്നത് എങ്ങനെയാണ് വയലൻസ്? തീർച്ചയായിട്ടും നമ്മളുടെ ചുറ്റുപാടുകളാണ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. ഒരാൾ അയാളുടെ സ്വന്തം തലയിൽ നിന്നുണ്ടാവുന്നത് മാത്രമല്ല എഴുതുന്നത്.
ശരിക്കും നമ്മളെ എന്താ സമൂഹമാണ് ഒരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നക്ഷത്രങ്ങൾ ഇല്ലാത്ത രാത്രി എന്നങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കഥയിൽ ഒരു ഭർത്താവ് ഭാര്യനെ കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കളയുന്നത്, ഇതേ അവസ്ഥ ഇതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടത്. അതായത് ഈ നമ്മളുടെ ചുറ്റുമുള്ള ഒരു ജീവിതാവസ്ഥ അത്രത്തോളം മാറിയിട്ടുണ്ടത്. അത് നമുക്കിത് എഴുതാതിരിക്കാൻ പറ്റാത്ത വിധം വയലൻസ് വീടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ചിത്രീകരിക്കേണ്ടി വരും. അത് അപ്പോൾ ഈ വയലൻസ് ഇല്ല, എല്ലാം നന്നായിട്ടിരിക്കുന്നു എന്നുള്ള, അത് വളരെ നിസ്സഹായരായ മനുഷ്യർ പോലും അക്രമാസക്തരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടത്. അത് രാഷ്ട്രീയം അതിനൊരു പ്രധാന ഘടകമാണത്. പിന്നെ ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നിസ്സഹായതകളുണ്ടല്ലോ, ഒന്നും സംഭവിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ. അത് അവരെന്തൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒന്നും നേടാൻ സാധിക്കുന്നില്ല. ഒരു പരാജയബോധം, ഇതിൽ നിന്നായിരിക്കും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഒരു തോൽവി ഈ അടഞ്ഞ മനുഷ്യരാണെന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ മനുഷ്യർക്ക് പലരിലും ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പോൾ ഒരു ഓപ്പണിങ് അവർക്ക് കിട്ടുന്നില്ല. ഒരുപക്ഷെ നമ്മളുടെ ഈ ഭരണകൂടവും ഒക്കെ ഇതിന് വലിയ കാരണമായിട്ടുണ്ടത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമല്ലേ മനുഷ്യൻ്റെ ആ ചിന്താഗതിയിലും ഒരു മാറ്റം വരുള്ളൂ. അത് സമൂഹം തന്നെയാണ്, സമൂഹത്തിൽ നിന്ന് സ്വാംശീകരിക്കുന്നത് തന്നെയാണ് കഥകൾ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പുതിയ കഥ കാണായ്മ വന്നു ഓൾറെഡി. അതിന് പുറമെ ഉള്ള എഴുത്തുകൾ എന്തൊക്കെയാണ് അടുത്തത് പ്രതീക്ഷിക്കാവുന്നത്? ഇപ്പം എനിക്ക് തോന്നുന്നു നോവലുകളേക്കാൾ കൂടുതൽ ചെറുകഥകളിലേക്കുള്ളൊരു മാറ്റം, ദസ്തയോസ്കിയിൽ നിന്ന് ചെക്കോവിലേക്ക് പോയതുപോലുള്ളൊരു മാറ്റം സ്വയം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നി. ഇല്ല, എനിക്ക് നോവലിനോടാണ് കൂടുതൽ ഒരു താല്പര്യമുള്ളത്. ഒരു നോവൽ എഴുതണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ കാത്തിരിക്കുക. അപ്പോൾ ഒരുപാട് നല്ല കഥകളും നല്ല സംസാരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. വണ്ടർഫുൾ ഈവനിങ് വിത്ത് യു സർ. സന്തോഷം, ഞാനും വളരെയധികം എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്.